മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബങ്ങളിൽ ഏകാന്തതയും ഒറ്റപ്പെടലും വേദനയും അനുഭവിക്കുന്നത്, പരിഗണന കിട്ടാതെ പോകുന്നത് പ്രായമായ മാതാപിതാക്കൾക്കാണ്. പ്രായമായ മാതാപിതാക്കൾക്ക് ജീവിതത്തിൻ്റെ സായങ്കാലം മധുരിക്കുന്ന അനുഭവം മക്കൾ കൊടുക്കുന്ന നല്ല കുടുംബങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് നമുക്കൊരു കുടുംബത്തെ പരിചയപ്പെടാം. സ്വർഗതുല്യം, എല്ലാവർക്കും ഒരേ അഭിപ്രായം തോന്നുന്ന തൃശ്ശൂർ അതിരൂപതയിലെ മുണ്ടൂർ കർമ്മലമാതാ ഇടവകയിലെ ഒരു കുടുംബമാണ്. ലോനപ്പൻ ചേട്ടൻ 45 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയെങ്കിലും ജീവിത പങ്കാളി 93 വയസ്സുള്ള സെലീന അമ്മ, ദൈവം നൽകിയ 4 മക്കൾ, അവരുടെ കുടുംബമടങ്ങുന്നതാണ്. സ്വർഗത്തിൻ്റെ മറ്റൊരു പതിപ്പ്, ഭൂമിയിലെ പതിപ്പ്. പരസ്പരം കരുതലിൻ്റെ, പരസ്പരം മനസ്സിലാക്കുന്നതിൻ്റെ, ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നതിൻ്റെ, വിശ്വാസ ജീവിതത്തിൻ്റെ, സഹോദരങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മയുടെയും കരുതലിൻ്റെയും നേർസാക്ഷ്യമായ ഒരു നല്ല കുടുംബം. ആ കുടുംബത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് കൊള്ളാന്നൂർ തറയിൽ ലോലപ്പൻ സെലീന ദമ്പതികളുടെ ഭവനം. തൃശൂർ ജില്ലയിലെ മുണ്ടൂരാണ് ഈ ഭവനം സ്ഥിതി ചെയ്യുന്നത്. മുണ്ടൂർ കർമ്മലമാത ദേവാലയമാണ് ഇടവക ദേവാലയം. ലോലപ്പൻ ചേട്ടന്റെ അഭാവത്തിൽ കഴിഞ്ഞ 46 വർഷങ്ങളായി തികഞ്ഞ ദൈവാശ്രയത്തിലൂടെയും പ്രാർത്ഥന നിർഭരമായ കഠിന പ്രയത്നത്തിലൂടെയുമാണ് സെലീന അമ്മച്ചി തൻ്റെ കുടുംബത്തെ നിലനിർത്തിയത്. ദിവസം മുഴുവൻ നീളുന്ന കൊന്ത നമസ്കാരത്തിലൂടെയും ബൈബിൾ പാരായണത്തിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ഇന്ന് തൻ്റെ പ്രായാധിക്യത്തിലും കുടുംബത്തിന് ദൈവാനുഗ്രഹം നേടിയെടുക്കുകയാണ് ഈ വല്യമ്മച്ചി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് വിൽസൺ. ഞാൻ മുണ്ടൂർ സെൻറ്ററിൽ തട്ടുകട നടത്തുകയാണ്. എനിക്ക് 8 മക്കളുണ്ട്. ഭാര്യ ലില്ലി. ഇപ്പം ഞങ്ങൾ അമ്മയോടൊപ്പം ഈ തറവാട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു. അമ്മ കിടപ്പായിട്ട് 6 വർഷത്തോളമായി. അപ്പം മരിച്ചു പോയിട്ട് 45 വർഷമായി. അപ്പം മുന്നേ തന്നെ മരിച്ചു പോയത് കൊണ്ട് നമുക്ക് അപ്പനെ ശുശ്രൂഷിക്കാനായിട്ട് കാര്യമായിട്ട് കഴിഞ്ഞിട്ടില്ല. എങ്കിലും അപ്പൻ്റെ കുറച്ചു കാലം ഞങ്ങൾ അപ്പനെ ശുശ്രൂഷിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവർ വളരെയധികം കഷ്ടപ്പെട്ടിട്ട് കൂലിപ്പണി ചെയ്താണ് ഞങ്ങളെ വളർത്തിയിരുന്നത്. കൂലിപ്പണി ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കുടുംബം കഴിയാനായിട്ടുള്ള പൈസ പോലും അവർക്ക് കിട്ടിയിരുന്നില്ല. എങ്കിലും അവർ എല്ലാ ദിവസവും പണിക്ക് പോകുന്ന ഒരവസ്ഥ, ചിലപ്പോഴൊക്കെ പണിയില്ലാത്തൊരവസ്ഥയുണ്ട്. അന്നൊക്കെ എൻ്റെ അമ്മ മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കുക, നാളെ എൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് പണി തരണേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മയ്ക്ക് പണി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കാപ്പിക്ക് എന്തെങ്കിലും പലഹാരം കൊടുക്കുകയാണെങ്കിൽ അമ്മ ചായ കുടിച്ചിട്ട് പലഹാരം അമ്മ മുണ്ടിൻ്റെ മടക്കിൽ തിരികെ വയ്ക്കുകയും അത് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരികയും ചെയ്യും. അങ്ങനൊരു സ്വഭാവമുണ്ട്. അതുപോലെ തന്നെ പലഹാരപ്പണിക്ക് പോകുമ്പോഴും ഒക്കെ അമ്മ അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പനും അമ്മയും ഒരുപോലെ തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് കുടുംബം പുലർത്തിയിരുന്നത്. പിന്നെ ഒരു 48 വയസ്സായപ്പോൾ അപ്പം മരിച്ചുപോയി. അതിന് ശേഷം പിന്നെ ഞങ്ങളൊക്കെ ഇത്തിരി കൂടി ഒരു പക്വതയായി. ഞാനൊരു ഹൃദ്രോഗിയാണ്. അന്നൊക്കെ ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു.
ആ കാലഘട്ടത്തിലൊക്കെ അമ്മ എന്നെ തോളിൽ കിടത്തിക്കൊണ്ട് കരഞ്ഞ് ഓരോരുത്തരോടും ഓരോ കാര്യങ്ങൾ പറയുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അമ്മയ്ക്കിപ്പോൾ വയ്യാണ്ടായതിന് ശേഷം ഞങ്ങൾ അമ്മയെ ശുശ്രൂഷിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് ആത്മീയ കാര്യത്തിലാണ്. എല്ലാ മാസവും ഞങ്ങൾ അമ്മയ്ക്ക് ദിവ്യകാരുണ്യം കൊടുക്കാനായിട്ട് ഞങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അന്ന് ഞങ്ങൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു മനസ്സിൻ്റെ ഒരു ആനന്ദം തന്നെയാണ്. കാരണം ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ വീട്ടിൽ വരുന്നു. കുമ്പസാരിക്കാൻ അച്ഛൻ പോകുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും വട്ടമിട്ടിരുന്ന് ദിവ്യകാരുണ്യത്തെ ആരാധിച്ച് അങ്ങനെ സ്തുതിക്കുന്നു. അപ്പോൾ ഒരു ദിവ്യകാരുണ്യ ആരാധനാലയം പോലെ ഞങ്ങളുടെ വീട് കാണാനായിട്ട് സാധിച്ചിരുന്നു. പിന്നെ ഞങ്ങളുടെ അമ്മയ്ക്ക് ഇരിക്കാനായിട്ടൊക്കെ പ്രയാസമാണ്. അപ്പോൾ അമ്മ കിടന്നുകൊണ്ട് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയൊക്കെ ആകുമ്പോൾ മെയിനായിട്ട് ഞങ്ങൾ അമ്മ വയ്യാണ്ടായതിനു ശേഷം ഒരിക്കലും ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലല്ല പ്രാർത്ഥനയില്ല. അമ്മ കിടക്കുന്ന അമ്മയുടെ കിടപ്പ് മുറിയിലാണ് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയും. അതുപോലെ തന്നെ ഞങ്ങൾ കാലത്തെ സമയം പ്രാർത്ഥിക്കുന്ന ഒക്കെ അമ്മയുടെ കിടപ്പ് മുറിയിലായിരുന്നു. അതുപോലെ തന്നെ അമ്മയുടെ ബർത്ത്ഡേ 90 വയസ്സിന് ശേഷമുള്ള അമ്മയുടെ എല്ലാ ബർത്ത്ഡേകളും ഞങ്ങൾ വളരെയധികം ആഘോഷപൂർവ്വം തന്നെയാണ് ആഘോഷിക്കാറ്. അമ്മേനെ വിളിച്ചിരുത്താനും അമ്മേനെ സന്തോഷിപ്പിക്കാനും അമ്മയ്ക്ക് എല്ലാ മക്കളും മരുമക്കളും പേരക്കിടാങ്ങളും ഉണ്ണിമക്കളും എല്ലാവരും അമ്മയ്ക്ക് ഉമ്മ കൊടുക്കുന്ന ഒരു സന്തോഷകരമായിട്ടുള്ളൊരു അവസ്ഥയുണ്ട്. അങ്ങനെ എല്ലാവരുമായിട്ട് നല്ലൊരു സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ നമ്മുടെ ഈ കുടുംബത്തിനുണ്ട്. കല്യാണം കഴിഞ്ഞ് 37 വർഷമായി ഞാൻ ഈ കുടുംബത്തിൽ വന്നതിന് ശേഷം ഒരു പറുദീസ പോലെയാണ്, സ്വർഗം പോലെയാണ് ഈ കുടുംബം കണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ അപ്പനും മക്കളും അമ്മയും കൂടിയിട്ട് ഇങ്ങനെ ഞങ്ങൾ നല്ല സന്തോഷത്തിൽ തന്നെ ജീവിച്ചു പോരുമായിരുന്നു. അമ്മ ഞങ്ങളെ സഹായിച്ചിട്ടും മക്കളെ നോക്കിയിട്ടും ഒക്കെ പണികളിലൊക്കെ അമ്മ സഹായിച്ചു തരും. അങ്ങനെ അമ്മ ഞങ്ങൾ സന്തോഷമായിട്ട് തന്നെ ജീവിച്ചു പോയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അമ്മ വീണതിന് ശേഷം പിന്നെ അമ്മയ്ക്ക് സഹായങ്ങൾ വേണമ്പോൾ കുളിപ്പിക്കാനും ബാത്റൂമിൽ പോകാനും കക്കൂസി പോകാനൊക്കെ നമ്മൾ സഹായിക്കണം അമ്മേനെ. അങ്ങനെ സഹായിക്കുമ്പോൾ അമ്മയ്ക്കും അമ്മ മൂത്രമലൊക്കെ എടുക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമമാവും. എത്ര നാളായി മോളെ നീ കഷ്ടപ്പെടുന്നു, എനിക്ക് വേണ്ടിയിട്ട് എന്നോടും എല്ലാം ക്ഷമിക്കേ, നീ എന്നോട് ക്ഷമിക്കേ, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ക്ഷമിക്കണം എന്ന് പറയും. അപ്പം ഞാൻ അമ്മയോട് അമ്മയല്ല തെറ്റ് ചെയ്യണത്, ഞാനാണ് അമ്മയോട് തെറ്റ് ചെയ്യണത്, അമ്മ എന്നോട് ക്ഷമിക്കുക. അങ്ങനെ പരസ്പരം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ പറയാനായിട്ടുള്ള അവസരം ഉണ്ടാവും. മക്കളെ കുറിച്ച് അമ്മയ്ക്ക് നല്ല കരുതലാണ്. എവിടെ പോയാലും അമ്മ അവരെന്നെ വിളിച്ച് വരുത്തി അകത്ത് വരുത്തി. എനിക്ക് ശ്രദ്ധ വന്നില്ലെങ്കിലും അമ്മ അവരെന്നെ വിളിച്ച് അകത്തേക്ക്, എവിടേക്ക് കളിക്കാൻ പോയാലും അമ്മ അവരെന്നെ വിളിച്ച് അകത്ത് കയറ്റി നല്ല പരിപാലനയോട് കൊന്തയും പ്രാർത്ഥന ചെല്ലുമ്പോഴും ഒക്കെ അമ്മ നല്ല കൃത്യതയോട് കൂടിയിട്ട് അവരെന്നെ പരിപാലിക്കും, നോക്കും. ഭക്ഷണം കഴിക്കുകയാലും അവർ വന്നോ, എല്ലാവരും എത്തിയോ എന്നുള്ള ചോദ്യം അമ്മ ചോദിച്ചിട്ടേ നമുക്ക് എടുക്കുള്ളൂ. ലോലപ്പൻ സെലീന ദമ്പതികൾക്ക് 4 മക്കളാണ്. നിരന്തര കഠിനാധ്വാനത്തിലൂടെ കണ്ണിലുണ്ണി പോലെ മക്കളെ നോക്കി വളർത്തിയ ഈ വല്യമ്മച്ചി ഇന്ന് മക്കളുടെ എല്ലാമാണ്. ഈ മക്കളുടെ വാക്കുകൾ ഇതിന് നേർ സാക്ഷ്യമാകുന്നു. എൻ്റെ പേര് സുസിലി, ഇവിടുത്തെ മൂത്ത മരുമകളാണ്. എൻ്റെ കൂടെയുള്ളത് എൻ്റെ മകൻ, പിന്നെ മരുമകള്. ഇവർക്ക് 3 മക്കളാണ്. പക്ഷെ ഒരാൾ ഇവിടെ ഇല്ല. ഇവൻ്റെ പേര് എഫ്രൈൻ, ഇവളുടെ പേര് എഫ്രാറ്റ. ഇവന് മരുമകളുടെ പേര് പ്രിജി, ഇവൻ്റെ പേര് ലിജോൺ. ബാക്കി എനിക്ക് 3 പെൺമക്കളാണ്. ഒരാൾ സിംഗപ്പൂര്, 2ാമത്തെ ആൾ ഇവിടെ നാട്ടിൽ തന്നെയുണ്ട്, 3ാമത്തെ ആൾ ഡൽഹി. അവർക്ക് മൂത്ത മോൾക്ക് 2 ആൺകുട്ടികളാണ്, 2ാമത്തോൾക്ക് 2 പെൺകുട്ടി, 3ാമത്തെ മോൾക്ക് 1 പെൺകുട്ടി. അങ്ങനെ 8 പേരക്കുട്ടികളാണ്. എൻ്റെ ഭർത്താവ് ജോയ് 7 വർഷം മുന്നേ മരിച്ചു. പിന്നെ ഇവിടെ ഞങ്ങൾ സന്തോഷമായിട്ട് എല്ലാവരും കൂട്ടായ്മയിലും സ്നേഹത്തിലും എല്ലാവരും ഐക്യത്തിൽ ഞങ്ങൾ ഒന്നിച്ചു പോകുന്ന ഒരു ഫാമിലിയാണ്. അമ്മയാണ് നെടുന്തൂണ്. അമ്മയുള്ള കാരണം കൊണ്ട് നമ്മൾ വരിക, അല്ലെങ്കിൽ പോവുക, പിന്നെ കാര്യങ്ങൾ ഒത്തുകൂടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടും, പിന്നെ വിൻസൻ നല്ല കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കാനും അതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യിക്കാനും എല്ലാറ്റും നല്ല സമർത്ഥനാണ്. അവനെ എല്ലാവരും ഒരുമിക്കുക. അതുപോലെ തന്നെയാണ് ചേട്ടനും. ഇവരുടെ ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടായ്മയ്ക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരു ഫാമിലിയാണ്.
എന്ത് തന്നെയായാലും ഒരുമിക്കുക, തറവാട്, ആ ബന്ധത്തിന് ഭയങ്കര മൂല്യം കൽപ്പിക്കുന്ന ഒരു ഫാമിലിയാണ്. പിന്നെ അമ്മയെ പറ്റി പറയുകയാണെങ്കിൽ അമ്മ കൂടുതലുള്ള കാര്യങ്ങൾക്കൊന്നും ഇല്ലെങ്കിലും എല്ലാം കൊണ്ട് ആത്മീയമായി കൊന്ത, പ്രാർത്ഥന, അങ്ങനത്തെ കാര്യങ്ങളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരോട് കൂടി ആയിരിക്കുക, അവരെ സന്തോഷങ്ങൾ പങ്കുകൊള്ളുക. പിന്നെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേക ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ ഉള്ള ആളല്ല. മക്കളുടെ സന്തോഷമാണ് അമ്മയുടെ സന്തോഷം എന്നുള്ളതാണ് എൻ്റെ അറിവിലെ അമ്മയെ പറ്റി പറയാനുള്ളത്. ഞാൻ മേഗി ജോസഫ്. എൻ്റെ വീടാണ് ഈ മുണ്ടൂരിലുള്ള കൊള്ളന്നൂർ തറവാട്. അവിടെ നിന്ന് 20 വയസ്സിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു. എൻ്റെ കല്യാണം കഴിച്ചിട്ടുള്ളത് കുണ്ടന്നൂർ എന്ന ദേശത്ത് മുരിങ്ങാത്തേരി ചാക്കു മകൻ ജോസഫാണ് എന്നെ കല്യാണം കഴിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ ഇല്ല, ആൾ മരിച്ചിട്ടിപ്പോൾ 8 വർഷമാവാനാണ് പോണത് ഡിസംബറിലേക്ക്. ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് 3-4 മക്കളുണ്ടായിരുന്നു. അതിലിപ്പോൾ 2 പേരെ എനിക്കുള്ളൂ. ഇപ്പോൾ ഏറ്റവും മൂത്ത മകളും താഴെയുള്ള മകളും, അതിലിടയ്ക്ക് ഒരു മോനും ഒരു മോളും മരിച്ചു പോയിട്ടുണ്ട്. മൂത്ത മോളേനെ കല്യാണം കഴിച്ചിട്ടുള്ളത്, അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് 24 വർഷമായി അവളുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഭർത്താവിൻ്റെ പേര് കുര്യൻ. അവൾക്ക് 3 മക്കളുണ്ട്. അതിനുശേഷം ഇനിയുള്ള മോളേനെ കല്യാണം കഴിച്ചിട്ടുള്ളത് പെരാമംഗലം എന്ന ദേശത്തേക്കാണ്. അവിടെ ചിറ്റലപ്പള്ളിയാണ് അവളുടെ തറവാട്. അവളുടെ ഭർത്താവിൻ്റെ പേര് ജെയ്സനാണ്. അവർക്കിപ്പോൾ 3 മക്കളുണ്ട്. എൻ്റെ കല്യാണത്തിന് എൻ്റെ അപ്പൻ ഉണ്ടായിരുന്നു. എൻ്റെ അപ്പൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് 5-ാം മാസത്തിലാണ് മരിച്ചത്. പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ ജീവിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എൻ്റെ അമ്മയും എൻ്റെ ആങ്ങളമാരും എൻ്റെ അനിയത്തിയാണ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ആങ്ങളമാർ വളരെയേറെ എനിക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അമ്മ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെ. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അമ്മ ഞങ്ങൾക്ക് വളരെയേറെ കഷ്ടപ്പാട് ചെയ്തിട്ടുണ്ട്. 45 വർഷം കഴിഞ്ഞു അപ്പം മരിച്ചു പോയിട്ട്. എൻ്റെ കല്യാണം 46 വർഷം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. അതിനുശേഷം ഈ മോൻ്റെ കൂടെയാണ് അമ്മ അധിക ഭാഗം നിൽക്കാറ്. ആങ്ങളയുടെ അടുത്തേക്ക് പോവും, എന്നാലും ഇവിടെ തന്നെ നിൽക്കും. എന്നാലും എല്ലാവരുടെ കാര്യങ്ങളും ഈ മക്കളുണ്ടാവും, അവരുടെ മക്കളെ നോക്കാനും അവരുടെ കാര്യങ്ങളിൽ ഇടപെടാനും ഞങ്ങൾക്കുണ്ടാകുന്ന മക്കളെ നോക്കാനും എന്നെ ശുശ്രൂഷിക്കാനും വളരെയേറെ കഷ്ടപ്പെട്ടുള്ളതാണ് ഞങ്ങളുടെ അമ്മ. നല്ല കാലത്ത് പഷ്ണിയും പരിവട്ടമൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. വളരെയേറെ ബുദ്ധിമുട്ടിയിട്ടാണ് അമ്മ ഞങ്ങളതിനൊക്കെ സംരക്ഷിച്ചതും നോക്കിയതൊക്കെ. മൂത്ത ആങ്ങളെ മരിച്ചു പോയി, എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയി. എന്നാലും ഞങ്ങൾ 3 മക്കളും മറ്റുള്ളവരും എല്ലാവരും സന്തോഷത്തോടു കൂടി അമ്മേരെ അടുത്തേക്ക് വരുന്നു, അമ്മേനെ കാണുന്നു, അമ്മേരെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു. എൻ്റെ പേര് ജോയ്സി. ഞങ്ങളുടെ മാതാപിതാക്കളുടെ 5ാമത്തെ മകളാണ്. പക്ഷെ 4 മക്കളെന്ന് പറയുക. ഒരു ഉണ്ണി, എൻ്റെ ഒരു മൂത്ത ആങ്ങള വളരെ ചെറുപ്പത്തിലേ മരിച്ചുപോയി. ഇപ്പോഴ് മൂത്ത ആങ്ങള മരിച്ചിട്ട് 7 വർഷം കഴിഞ്ഞു. ഇതെൻ്റെ ഭർത്താവാണ്. ഇദ്ദേഹം 35 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. എനിക്ക് 2 മക്കളാണുള്ളത്. അതിൽ മൂത്തത് എൻ്റെ മോൻ, അവൻ മിലിറ്ററിയിലാണ്. അവനിപ്പോൾ ഛത്തീസ്ഗഡിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മകള് ഗിഫ്റ്റി മേരി, അവൾ BSc നേഴ്സാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മകന് 3 മക്കളുണ്ട്. ഇത് മൂത്ത മകനാണ്. ഇവന് താഴെ ഒരു പെൺകുട്ടിയുണ്ട്, അവളിപ്പോൾ ഇവിടെ ഇല്ല. ഇത് മകൻ്റെ താഴെയുള്ള കുട്ടിയാണ്. അതുപോലെ തന്നെ മകൾക്ക് 3 മക്കളുണ്ട്. 2 പെൺമക്കളുണ്ട്, ഒരു ആൺകുട്ടിയുണ്ട്. എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എൻ്റെ മാതാപിതാക്കളുടെ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് തന്നെ എൻ്റെ മക്കളെ എനിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. ആ പ്രാർത്ഥനയുടെ ഒരു ചൈതന്യം കിട്ടിയത് എനിക്ക് എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് തന്നെയാണ്. പിന്നെ എൻ്റെ അമ്മയുടെ 4ാമത്തെ മകളെന്ന് വേണം ഇപ്പോൾ തന്നെ പറയാനായിട്ട് പറ്റുള്ളൂ. ഉണ്ണി ചേട്ടൻ നേരത്തെ മരിച്ചതാണ്. അമ്മ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആ ഒരു പ്രാർത്ഥനയുടെ ആ ഒരു ഗുണം എനിക്കും കുറേശ്ശെ കിട്ടിയിട്ടുണ്ട്. അപ്പച്ചൻ 45 വർഷമായി മരിച്ചു പോയിട്ട്. എനിക്ക് 13 വയസ്സൊക്കെ ഉള്ളൂ. ആ ഉള്ള കാലം അപ്പച്ചൻ്റെ സ്നേഹം കാണാനായിട്ട്, മക്കളെ സ്നേഹിക്കുന്ന അപ്പച്ചനെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ കുടുംബത്തിലുള്ള ഈ ഒരു ഐക്യം ഞാൻ പലപ്പോഴും മറ്റുള്ളവർക്ക് കാണാൻ എനിക്ക് കിട്ടാറില്ല. എപ്പോൾ നോക്കുമ്പോഴും എവിടെ നോക്കുമ്പോഴും വഴക്കുകൾ ഇതൊക്കെയാണ്. വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം കാണുന്ന ഒരു വീടായിട്ടാണ് എനിക്ക് ഈ വീടിനെ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഈ കുടുംബവുമായിട്ട് എനിക്ക് ഒരു 35 വർഷമായിട്ടുള്ള അടുപ്പാണ് ഉള്ളത്. ഇവിടെ വന്നതിന് ശേഷം ഇവരെ അളിയന്മാരൊക്കെ ആയിട്ട് ഭയങ്കര സ്നേഹത്തിലാണ്. ഈ ദൈവസ്നേഹം എന്താണെന്നുള്ളത് ഒക്കെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കൂടുതലായിട്ട് അറിയാൻ കഴിഞ്ഞത്. എൻ്റെ അവിടെ വീടിൻ്റെ അവിടെ ഇങ്ങനെ
അടുപ്പുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് ഇങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും കൂടി ഇത്ര ആഴമായിട്ടുള്ള ഒരു ദൈവവിളിയിൽ ദൈവചിന്താഗതിയിൽ വന്നിട്ടുള്ളത് ഈ കുടുംബവുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണ്. അങ്ങനെ അവിടെ ഇങ്ങനെ എൻ്റെ വീടിൻ്റെ പരിസരത്ത് ഇത്ര അധികം ആൾക്കാരായിട്ട് ഇങ്ങനെ ദൈവവിളിയായിട്ട് ഭയങ്കര ആഴത്തിലാണെന്നുള്ളതൊന്നും ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ കൂടുതൽ അറിയാൻ സാധിച്ചത് ഈ അളിയന്മാരെ കൂടിയാണ്. അങ്ങനെയുള്ള ഒരു ഈ അളിയനും അതുമാതിരി തന്നെ അളിയൻ്റെ ഭാര്യമാരായിട്ടൊക്കെ വളരെ സ്നേഹത്തിലും താല്പര്യത്തിലാണ് ഞങ്ങൾ ഇത്രയും നാളും കഴിഞ്ഞു പോന്നിരുന്നത്. 4 വർഷം മുന്നേ വലിയ അളിയൻ മരിച്ചു. എന്നിരുന്നാൽ അവരൊക്കെ ആയിട്ട് ഭയങ്കര സ്നേഹത്തിലും ഐക്യത്തിൽ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ വാർദ്ധക്യസ്ഥിതിയിലും പേരക്കുട്ടികൾക്കൊപ്പം സെലീന അമ്മച്ചി സമയം ചിലവിടാൻ തയ്യാറാകുന്നു. എൻ്റെ പേര് മരിയ. ഞാൻ അമ്മാമ്മയുടെ 2ാമത്തെ മോൻ്റെ മൂത്ത മോളാണ്. അപ്പോൾ അമ്മാമ്മേനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മാമ്മ ആത്മീയ കാര്യങ്ങളും ഒപ്പം ഭൗതിക കാര്യങ്ങളും എല്ലാം നന്നായി ശ്രദ്ധിക്കുന്ന ആളായിരുന്നു. പ്രത്യേകിച്ച് നല്ല സ്ട്രിക്റ്റ് ആണെങ്കിലും അമ്മാമ്മയുടെ ഇന്ന് തല്ല് കിട്ടി കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്നേഹം അനുഭവിക്കാനായിട്ട് നമുക്ക് പറ്റാറുണ്ട്. അമ്മാമ്മ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, അമ്മമ്മേരെ മക്കളേനെ എല്ലാട്ട തല്ലിയേ കുറുമ്പിനിയെ തല്ലിയേ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രത്യേക സ്നേഹപ്രകടനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുരിശുവരയുടെ സമയമാണെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളിലും അമ്മാമ്മ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോവും. അമ്മാമ്മ അതിൽ മുന്നേറ്റിട്ട് അമ്മാമ്മയുടെ പ്രഭാത പ്രാർത്ഥനകളും അതൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അതുപോലെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 8 മക്കളായിരുന്നു. അപ്പോൾ കൂടുതലും ഉണ്ണികളുടെ കാര്യങ്ങളൊക്കെ നോക്കാനും ഇത്തിരി ഗൗരവത്തോടു കൂടി തന്നെ ഞങ്ങളുടെ ഇടയിൽ ഇടപെടും. ഒപ്പം തന്നെ അമ്മമ്മയുടെ സ്നേഹം നമുക്ക് മനസ്സിലാവും. അത് ഇത്തിരി സ്ട്രിക്റ്റ് ആയിട്ട് നിന്നാലും കുറച്ച് കഴിഞ്ഞാൽ അമ്മാമ്മ സ്നേഹിക്കണം. നമ്മുടെ മുഖം ഒന്ന് തളർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മച്ചിയെക്കാട്ടി മുന്നേ ചോദിക്കുക അമ്മാമ്മയോ എന്താ മക്കളെ പറ്റിയേ വയ്യേ എന്തെങ്കിലും പന്തികേടുണ്ടാന്നൊക്കെ ചോദിച്ചറിയാം അമ്മാമ്മയായിരിക്കും. അതുപോലെ തന്നെ വരേണ്ട സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മാമ്മ കാത്തു നിൽക്കും, വിളിച്ചു തുടങ്ങും. കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര സമയത്തിനുള്ളിൽ എത്തിയില്ലെങ്കിൽ അമ്മാമ്മ വിളിക്കും, കാര്യങ്ങൾ അന്വേഷിക്കും. അപ്പോൾ എത്ര വയ്യെങ്കിലും അമ്മാമ്മ മക്കളെല്ലാവരും വീടിൻ്റെ അകത്തുണ്ടോ എന്ന് ഉറപ്പ് വരുത്താനൊക്കെ ആയിട്ട് അമ്മച്ചിയോട് ഇടയ്ക്ക് ചോദിക്കും. നമ്മുടെ ആത്മീയ കാര്യങ്ങൾ നന്നായി ശ്രദ്ധിച്ചിരുന്നു അമ്മാമ്മ. കുടുംബ പ്രാർത്ഥനയ്ക്കാണെങ്കിലും നമസ്കാരങ്ങൾ ചെല്ലേണ്ട കാര്യത്തിനാണെങ്കിലും പള്ളിയിൽ പോകേണ്ട കാര്യത്തിലാണെങ്കിലും അമ്മാമ്മ നന്നായി ശ്രദ്ധിച്ചിരുന്നു. എൻ്റെ പേര് ലിജോൺ. ഞാൻ അമ്മാമ്മയുടെ മൂത്ത മകനാണ്. എനിക്ക് പറയാനുള്ളത് അമ്മാമ്മയുടെ ഒരു ചെറുപ്പത്തിലത്തെ നല്ല കാലം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ മൂത്ത മകൻ ആണല്ലോ. അപ്പോൾ അമ്മാമ്മയുടെ ഒരു 50 വയസ്സ് മുതൽ ഇപ്പോഴുള്ള ഒരു 92 വയസ്സ് വരെയുള്ള കാലഘട്ടം എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് അമ്മാമ്മ ഭയങ്കര കരുതലുള്ള ആളാണ്. ഇപ്പോൾ ചെറുപ്പം മുതൽ ഇടയ്ക്ക് ഒരു അടിയൊക്കെ കിട്ടും, എന്നാലും നമ്മളെ സ്നേഹിക്കും. അതാണ് അമ്മാമ്മയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. പിന്നീട് കാലഘട്ടം പോകുന്തോറും നമ്മൾ പ്രായം വരുംതോറും അമ്മാമ്മയും നമ്മുടെ കൂടെ നമ്മുടെ പ്രായത്തിനനുസരിച്ച് നമ്മളെ കരുതുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് വളരെ കൃത്യമായി ചെയ്തിരുന്ന ആളായിരുന്നു. ഒരു 7 വർഷം മുമ്പ് എൻ്റെ ഡാഡി മരിച്ചു, അതായത് അമ്മാമ്മേരെ മൂത്തവൻ മരിച്ചു. അപ്പോൾ അമ്മാമ്മേനെ കാണാൻ വരുമ്പോൾ അമ്മാമ്മ മോനെ കാര്യങ്ങൾ എങ്ങനെ ശരിക്ക് പോകുന്നുണ്ടോ, വീട്ടിലത്തെ കാര്യങ്ങൾ എങ്ങനെയുണ്ട്, അങ്ങനെയൊക്കെ പറയുന്ന എല്ലാ കരുതലുള്ള ആളായിരുന്നു. അതിലും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് അമ്മാമ്മേനെ പരമാവധി ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ആണെങ്കിൽ ഞാൻ കാണാൻ ശ്രമിക്കും. ഇൻ കേസ് ഞാൻ എങ്ങാനും വരാൻ വൈകിയിട്ടുണ്ടെങ്കിൽ മോനെ കണ്ടില്ലല്ലോ, എൻ്റെ മോനെ എന്താ പറ്റിയേ എന്ന് ചോദിച്ചിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ നീ എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിക്കും. ഒരു തരത്തിൽ പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിനെ കൂട്ടിയണക്കുന്ന ഒരു വലിയ കണ്ണിയാണ് അമ്മാമ്മ. അമ്മാമ്മയുടെ സ്നേഹം കരുതലുള്ളത് കൊണ്ടാണ് നമുക്കിവിടെ വരാൻ തോന്നുന്നത്. അമ്മാമ്മയാണ് അതിന് പ്രധാന കാരണം. അപ്പോൾ അമ്മാമ്മയുടെ ഏറ്റവും പ്രധാന പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അമ്മാമ്മയുടെ കരുതലും ഞങ്ങളോടുള്ള വാത്സല്യവും ഇതൊക്കെ തന്നെയാണ്. എൻ്റെ പേര് ജിൽഫ്രഡ് വിൽസൺ. ഞാൻ അമ്മാമ്മയുടെ 3ാമത്തെ മകൻ്റെ 6ാമത്തെ മകനാണ്. അമ്മാമ്മേനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മാമ്മയുടെ ഒരു ചെറുപ്പത്തിലൊരു കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അമ്മാമ്മ ഞങ്ങളതിനെ കൂടുതലും ആത്മീയ കാര്യങ്ങളിലെ കൂടുതലും ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിലെ ഞങ്ങളെല്ലാവരും കൊന്ത ചൊല്ലിയിട്ടുണ്ടോ, കുരിശ് വരച്ചിട്ടുണ്ടോ എന്നൊക്കെ കൂടുതലും ശ്രദ്ധിക്കുന്ന ഒരാളാണ്.
അത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തിട്ട് പറയാറുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മാമ്മ എല്ലാവരെയും ഒരുമിച്ച് ഇരുത്തി കൊന്ത ചില്ലിപ്പിക്കാനും അതേപോലെ തന്നെ കുരിശ് വരപ്പിക്കാനും എല്ലാത്തിനും മുൻകൂട്ടി ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചേക്കാളും കൂടുതലായിട്ട് ഞങ്ങളുടെ അമ്മാമ്മയായിരുന്നു ഞങ്ങളതിനെ കൂടുതലും ശ്രദ്ധിച്ചേർന്നത്. അതുമാത്രമല്ല, പലപ്പോഴും അപ്പച്ചനും അമ്മച്ചിക്കും പല കാര്യങ്ങളൊക്കെ ആയിട്ട് പണിത്തിരക്കുകളൊക്കെ ആയിട്ട് മാറി നിൽക്കുമ്പോഴും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കൂടുതലും ശ്രദ്ധിച്ചേർന്നത് ഞങ്ങളുടെ അമ്മാമ്മയായിരുന്നു. എൻ്റെ പേര് ജിബി. ഞാൻ അമ്മാമ്മയുടെ മൂത്ത മോളുടെ താഴെയുള്ള മോളാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ. പറയാനുള്ളത് ചെറുപ്പക്കാലമാണ് കൂടുതലും പറയാനുള്ളത്. ഇപ്പം ഇങ്ങോട്ടേക്ക് അമ്മാമ്മേനെ കാണാനും വേണ്ടിയിട്ടും അച്ഛൻ്റെ വീട്ടിലേക്കൊക്കെ ആയിട്ട് നിൽക്കാൻ വരുമ്പോഴും കളിക്കാൻ പോകുമ്പോഴൊക്കെ ഒരുപാട് നേരം വൈകുകയാണെങ്കിലും ഇങ്ങനെ വിളിച്ച് ഞങ്ങളെ സമയത്തിന് വീട്ടിൽ കയറ്റാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്കാണെങ്കിലും ആത്മീയമായ കാര്യങ്ങളിലൊക്കെ ഒരുപാട് സപ്പോർട്ട് തരാറുണ്ട്. അതുപോലെ എൻ്റെ പ്രസവത്തിൻ്റെ സമയത്തൊക്കെ അമ്മാമ്മ വന്നിട്ട് തന്നെയാണ് ഈ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുള്ളത്. അപ്പോൾ അത് ഒരുപാട് സപ്പോർട്ടാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കൂടെ നിന്നിട്ട് തന്നെ അമ്മാമ്മ ചെയ്തു തരാറുണ്ട്. എല്ലാവർക്കും ഒരുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാറുണ്ട്. എൻ്റെ പേര് പ്രിജി. ഞാനിവിടെ അമ്മാമ്മയുടെ മൂത്ത മകൻ്റെ മരുമകളാണ്. ഞാനിവിടെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് കണ്ടു തുടങ്ങിയതാണ്. ആ സമയത്ത് അമ്മാമ്മ കുറച്ച് നാൾ അവിടെ നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മാമ്മ എന്നോട് അമ്മാമ്മയുടെ പഴയ കാര്യങ്ങളും കുറേ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് എങ്ങനെ പെരുമാറണം നടക്കും വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് നോക്കി എനിക്ക് അമ്മാമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതുപോലെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് നല്ല കാര്യങ്ങൾ. പിന്നെ ഇവിടേക്ക് വന്നതിന് ശേഷം മക്കളെ നോക്കുന്നതായാലും എൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാ ആഴ്ചയിലും ഉണ്ണികൾ തന്നെ പറഞ്ഞു നമുക്ക് അമ്മാമ്മേനെ കാണാൻ പോവാം. ആ സ്നേഹം ഇവിടെ വരുമ്പോൾ അമ്മാമ്മ അവർക്ക് കൊടുക്കുന്നുണ്ട്. മക്കളെ വിളിക്കുമ്പോൾ അവർക്ക് ഓരോ പ്രത്യേക പാട്ട് പാടിയിട്ട് അവരെ വിളിക്കുന്നതും അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സ്നേഹം. ഇപ്പോഴായാലും അമ്മാമ്മ ഉണ്ണികളെ എല്ലാവരും നല്ലപോലെ നോക്കും. അവരുടെ സ്നേഹമുണ്ട്. ആരെങ്കിലും കാണാതെ വന്നാൽ തന്നെ ചോദിക്കും എന്താ വരാത്ത, എന്തെങ്കിലും വയ്യായി ഉണ്ടോ, അങ്ങനെയുള്ള എല്ലാ കരുതലും അമ്മാമ്മയ്ക്ക് ഇപ്പോഴും ഈ വയ്യാത്ത അവസ്ഥയിൽ പോലും എല്ലാവരോടുള്ള കരുണ കാണിക്കുന്നുണ്ട് അമ്മാമ്മ. മുണ്ടൂർ കർമ്മലമാതാ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട ബാബു അച്ഛൻ അപ്പാടൻ എല്ലാ കുടുംബങ്ങളെയും നേരിട്ടറിയുകയും അവരുടെയൊക്കെ നല്ല ഒരു പിതാവായി ഇടയനായി ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്ന അച്ഛൻ ഈ കുടുംബത്തിൻ്റെ നന്മകളിലേക്ക് പോകുന്നത് നമുക്ക് കേൾക്കാം. കൊള്ളന്നൂർ തറയിൽ ലോനപ്പൻ ചേട്ടൻ്റെ ഭവനത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുക. ലോനപ്പൻ ചേട്ടൻ 45 വർഷത്തിന് മുൻപ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു, നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യ സെലീന ചേച്ചി 93 വയസ്സ് പ്രായമുള്ള അമ്മച്ചിയാണ്. അമ്മച്ചിക്ക് ഇപ്പോൾ 4 മക്കളാണ്. ഈ 4 മക്കളും ചേർന്ന് അമ്മച്ചിയെ പൊന്നുപോലെ പരിരക്ഷിക്കുന്ന വലിയ ഒരു കുടുംബത്തിൻ്റെ കഥയാണ് നമ്മളിപ്പോൾ ഇവിടെ അനാവരണം ചെയ്യുക. ഈ 4 മക്കളും ചേർന്ന് പ്രിയമുള്ള അമ്മച്ചിയെ ഏറെ സന്തോഷത്തോടെ അവരുടെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ വളരെയധികം സന്തോഷത്തോടു കൂടി, ത്യാഗ മനസ്സോടുകൂടി, നിർലോഭമായ സഹകരണത്തോടു കൂടി ഈ 4 പേരും അമ്മച്ചിയെ അവിടെ സ്വന്തമായിട്ട് ചേർത്ത് വയ്ക്കുകയാണ്. ഇപ്പോൾ അമ്മച്ചി 93 വയസ്സ് പ്രായം, ബെഡ്രിഡനാണ്, ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നു. എങ്കിലും അതൊന്നും മുഖത്ത് നിഴലിക്കാതെ ഏറെ സ്നേഹത്തോടെ അമ്മച്ചിയെ പരിരക്ഷിക്കുന്നത് ഒരു മകനായ വിൻസെൻ്റ് ചേട്ടനും കുടുംബമാണ്. ബാക്കിയുള്ള മക്കൾ അവിടെ വരുന്നു, അമ്മച്ചിയുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. അമ്മച്ചിയുടെ എല്ലാ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലും എല്ലാവരും ഒരുപോലെ ഇടപെടുന്നു. അങ്ങനെ നസ്രത്ത് ഭവനത്തിൻ്റെ വലിയൊരു ശാന്തതയോടുകൂടി, സമാധാനത്തോടുകൂടി അമ്മച്ചി തൻ്റെ പ്രിയപ്പെട്ട മക്കളോടൊപ്പം ജീവിതം ചിലവഴിക്കുകയാണ്. വളരെ സന്തോഷമാണ് ഇവരുടെ കുടുംബത്തിൽ ചെല്ലുമ്പോൾ. സഭയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് 4 പേരും എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം സെലീനാമ്മച്ചിയുടെ അരികിലൊത്തുകൂടി ഇവർ ജീവിതം അനുഗ്രഹമാക്കുന്നു. കുടുംബ ബന്ധങ്ങൾ അങ്ങനെ ദൃഢമാകുന്നു. പുതിയ കാഴ്ചപ്പാടുകളും ചൈതന്യവും അവർക്ക് ലഭിക്കുന്നു. തികഞ്ഞൊരു ക്രൈസ്തവ മാതൃകാ കുടുംബമായി കൊള്ളാനൂർ തറയിൽ ലോലപ്പൻ സെലീന ദമ്പതികളുടെ ഈ വീട് സമൂഹത്തിന് മാർഗദീപമാകുന്നു.
ഇന്നത്തെ സാഹചര്യത്തിൽ മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ മക്കൾ എങ്ങനെ അവരോടുള്ള സമീപനം എന്തായിരിക്കണമെന്ന ഒരു നല്ല സന്ദേശം കണ്ണൂർ രൂപതയുടെ മെത്രാൻ അഭിവന്യ അലക്സ് വടക്കന്തല പിതാവ് നൽകുന്നത് നമുക്കിപ്പോൾ കേൾക്കാം. സ്നേഹമുള്ളവരെ, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്നാണ്. അവർക്ക് നമുക്ക് ജീവൻ നൽകി, ജീവൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും നൽകി. അവരുടെ വാർദ്ധക്യത്തിൽ അവരെ സംരക്ഷിക്കേണ്ട കടമയും കർത്തവ്യവും ഉത്തരവാദിത്വവും നമ്മുടേതാണ്. അങ്ങനെ അവരെ സ്നേഹിച്ചും ആദരിച്ചും ബഹുമാനിച്ചും പ്രത്യേകിച്ച് വാർദ്ധക്യാവസ്ഥയിൽ സംരക്ഷിച്ചും നമുക്ക് കുടുംബജീവിതം കൂടുതൽ ഭാസുരമാക്കാം. മക്കളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹം, സമ്പന്നത മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് ഫ്രാൻസിസ് പാപ്പ അമോരിസ് ലെറ്റീസിയെ സ്നേഹത്തിൻ്റെ ആനന്ദം എന്ന ആ പ്രബോധനത്തിൽ കുടുംബങ്ങളുടെ ആ പരസ്പരമുള്ള ബന്ധത്തെ ഓർപ്പിച്ചു പറയുക, മാതാപിതാക്കന്മാരോടുള്ള കടമകളും കർത്തവ്യങ്ങളും കൃത്യമായി നിർവഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം കൂടുതൽ സമ്പന്നമാക്കാനാണ്. നമുക്കത് സാധ്യതമാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, സ്വന്തം കുടുംബം ദേവാലയമാക്കിയ ഒരു നല്ല അമ്മ ആണ് ഇവിടെ ഉള്ളത് നമ്മോട് കൂടെ. സെലീനാമ്മ 93 വയസ്സ് പൂർത്തീകരിച്ചു. ദൈവം നൽകിയ മക്കളെ ദൈവത്തിനു വേണ്ടി വളർത്തി, വിശ്വാസം കൊടുത്തു വളർത്തി, പ്രായോഗികമായി ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു. അധ്വാനവും കഷ്ടപ്പാടും അറിഞ്ഞ് വളർന്നു. കഷ്ടപ്പെട്ട് ദരിദ്രമായ സാഹചര്യത്തിൽ ജീവിച്ചു കാണിച്ചു കൊടുത്ത അമ്മ. ഭൗതികമായി നോക്കുമ്പോൾ അവർ സമ്പന്നരല്ല, പക്ഷെ സ്നേഹത്തിൽ സമ്പന്നമായ ഒരു കുടുംബം. എങ്ങനെ പരസ്പരം സ്നേഹിക്കണം, എത്ര കരുതലും ശ്രദ്ധയും പരിഗണനയും ഉള്ള അമ്മയും അതേ അനുഭവത്തിൽ ഇന്ന് ഈ അമ്മയെ കരുതലോടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന മക്കളും. എത്ര അനുഗ്രഹീതമായ കുടുംബമാണ്. പ്രിയപ്പെട്ടവരെ, മക്കളും കൊച്ചുമക്കളും അവരുടെ പേരക്കുട്ടികളുമായി 48 പേരടങ്ങുന്ന ഈ കുടുംബത്തിൻ്റെ ജ്വലിക്കുന്ന പ്രകാശ ഗോപുരമായി നിൽക്കുന്ന ഈ അമ്മയ്ക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും ഗുഡ്നസ് TV-യുടെ ഒരു സ്നേഹ സമ്മാനം ഒത്തിരി സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച ദൈവം ഇറങ്ങി വസിക്കുന്ന ഒരു നല്ല കുടുംബത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.